അച്ചടക്കവും സ്വാതന്ത്ര്യവും രണ്ടാണെന്ന് തിരിച്ചറിയണമെന്ന് എം.ആർ. രാജേഷ് വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജ്ഞാനയജ്ഞം പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. വർത്തമാനകാല സമൂഹത്തിൽ സ്വാതന്ത്ര്യവും അച്ചടക്കവും പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുകയും അതിൻ്റെ പരിണിതഫലം ദുരന്തമായി മാറുകയുമാണെന്ന് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകനും വേദപണ്ഡിതനുമായ എം.ആർ. രാജേഷ് പറഞ്ഞു. വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ജ്ഞാനയജ്ഞം പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓം വിശ്വാനി ദേവ സവിതരദ്വികാരി പരാസുവ യദ്ഭദ്രം തന്ന ആസുവ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആധ്യാത്മിക അനുഗ്രഹാശിസുകൾ പകർന്നു നൽകുന്ന ഈ ചിന്മയ ഓഡിറ്റോറിയത്തിൽ മഹാനായ ഒരു ഋഷിതുല്യനായ സ്വാമി ചിന്മയാനന്ദന്റെ പാദസ്പർശനത്തെ ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് ഈശ്വര കടാക്ഷമല്ലാതെ മറ്റൊന്നും. ഇന്ന് നമ്മൾ വേദങ്ങളുടെ കുടുംബ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാളെയുമായി നീണ്ടു നിൽക്കുന്ന ജ്ഞാനയജ്ഞത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട, ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഭാരതത്തിന് 4 ആശ്രമങ്ങളാണ് ഉള്ളത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസം. അറിവ് ശേഖരിക്കുന്നതിൽ നാം അലസരാകുന്നു. അത് മാറണം. അതിനായി ധർമ്മം പാലിക്കണം. അതിനുവേണ്ടി മനസ്സും ബുദ്ധിയും ഒരുമിക്കണമെന്നും അത് വേദങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുകുമാരൻ പെരിയച്ചൂർ, എം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. രാജേഷിന്റെ ശിഷ്യകളായ ആർ അനിതാകുമാരി, പി ഓമന, സി രാധ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ അഗ്നിഹോത്രത്തോടെയാണ് ചടങ്ങ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.